നമസ്കാരം. ദീർഘകാലമായി കാട്ടിൽ തപസ്സു ചെയ്യുന്ന മഹർഷി ഒരു പ്രഭാതത്തിൽ തൻ്റെ കുടിലിന് പുറത്തേക്കിറങ്ങിയപ്പോൾ കാണുന്നത് തികച്ചും അപരിചിതനായ ഒരു യുവാവിനെയാണ്. യുവാവ് പറഞ്ഞു, മഹർഷിയെ, ഞാൻ അയൽ രാജ്യത്തിലെ യുവരാജാവാണ്. എൻ്റെ പിതാവ് മരിച്ചു. ഞാൻ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ചതിയനായ മന്ത്രി അധികാരം പിടിച്ചെടുത്തു. എന്നെ തോൽപ്പിച്ച് രാജ്യത്തിന് പുറത്താക്കി. ഞാനിപ്പോൾ വിശ്വസ്തരായ ഏതാനും അനുയായികൾക്കൊപ്പം ഈ കാട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ്. ചതിയനായ മന്ത്രിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അയാളുടെ കയ്യിൽ അത്ഭുത ശക്തിയുള്ള ഒരു വാളുണ്ട്. അതുള്ളിടത്തോളം അയാളെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ പ്രശ്നം കേട്ട ഉടനെ മഹർഷി പറഞ്ഞു, താങ്കൾ ഈ പറയുന്ന മന്ത്രിയുടെ കയ്യിലുള്ളതിനേക്കാൾ ശക്തിയുള്ള ഒരു വാൾ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ അതിനുവേണ്ടി അടുത്ത പൗർണമി ദിനം വരെ കാത്തിരിക്കേണ്ടി വരും. ചതിയനായ മന്ത്രിയെ തോൽപ്പിക്കുവാൻ വേണ്ടി എത്ര നാൾ വേണേലും കാത്തിരിക്കാൻ നമ്മുടെ യുവരാജാവ് തയ്യാറായിരുന്നു. മഹർഷിയുടെ ഈ ആശ്വാസം കേട്ട് അദ്ദേഹം തിരിച്ചുപോയി തൻ്റെ ഒളിത്താവളത്തിലെത്തി അനുചരന്മാരോടൊപ്പം ആയുധവിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്നു. അടുത്ത പൗർണമി ദിനത്തിൽ യുവരാജാവ് മഹർഷിയുടെ മുൻപിലെത്തി. അപ്പോൾ മഹർഷി പറഞ്ഞു, വാൾ തയ്യാറായിട്ടുണ്ട്, പക്ഷേ അതിനിപ്പോൾ മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വാളിൻ്റെ അത്രത്തോളം മാത്രമേ ശക്തിയുള്ളൂ. താങ്കൾ അടുത്ത പൗർണമി വരെ കാത്തിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള വാളാക്കി ഞാനത് നിങ്ങൾക്ക് തരാം. വീണ്ടും യുവരാജാവ് തിരികെ പോയി തൻ്റെ ആയുധ പരിശീലനമൊക്കെ തുടർന്നു. അടുത്ത പൗർണമി ദിനമായപ്പോൾ വീണ്ടും മഹർഷിയെ കാണാനെത്തി. അപ്പോൾ മഹർഷി വാൾ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ട് പറയുകയാണ്, ഈ വാളിന് നിങ്ങളുടെ മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വാളിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട്. ഇത് കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ധൈര്യമായി പോയി വിജയം വരിക്കുക. ആവേശത്തോടെ തന്നെ യുവരാജാവ് ഈ വാളുമായി പോയി മന്ത്രിയോട് യുദ്ധം ചെയ്യുകയാണ്. അദ്ദേഹത്തിനൊപ്പം ആയുധ പരിശീലനത്തിൽ മികവ് നേടിയിരുന്ന അനുചരന്മാരുമുണ്ടായിരുന്നു. നിഷ്പ്രയാസം അവർ മന്ത്രിയെ തോൽപ്പിച്ചു, അധികാരം പിടിച്ചെടുത്തു. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും യുവരാജാവ് മഹർഷിയെ കണ്ട് നന്ദി പറയാനായി എത്തുമ്പോൾ മഹർഷി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നത് ഒരു സാധാരണ വാൾ മാത്രമാണ്. എന്നാൽ അത്ഭുതസിദ്ധിയുള്ള വാളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഇരട്ടിച്ചത്. ആ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ യുദ്ധം ചെയ്തു. ആയുധവിദ്യയിൽ നിരന്തരമായി പരിശീലനം നേടിയിരുന്ന അനുചരന്മാരുടെ പിന്തുണ കൂടി ആയപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങളെ തേടിയെത്തി. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും ചിലയിടങ്ങളിലെങ്കിലും നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ്. നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവരും യോഗ്യത കുറഞ്ഞവരും എവിടെയെങ്കിലുമൊക്കെ വളരെ നന്നായി ശോഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവരുടെ ആത്മവിശ്വാസവുമാണ്. നമുക്കണിയാവുന്ന ഏറ്റവും ബലമുള്ള പടച്ചട്ട എന്ന് പറയുന്നതും ഏറ്റവും വിലപിടിപ്പുള്ള അലങ്കാരം എന്ന് പറയുന്നതും നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ്. എങ്കിൽ പിന്നെ ആത്മവിശ്വാസത്തോടെ ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചലനവും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.